അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ അൽഫാം ചൂടൽ. അത് നമ്മൾ അൽഫാം ചൂടാൻ പോവാ. അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വാ. അൽഫാം ചൂടാൻ നമുക്ക് ആദ്യമേ വേണ്ട സാധനം എന്താണ്? കോഴി. അപ്പൊ നമ്മൾ ആദ്യമേ പോയത് കോഴി. ആദ്യമേ നമ്മൾ പോയ കടയിൽ കോഴി ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ അടുത്ത കടയിലോട്ട്. എനിക്ക് ഹെൽമെറ്റ് ഇല്ലെന്നുള്ള ഒരു ഒറ്റ കാരണത്തിൽ ഇവരെന്നെ ഏതൊക്കെയോ കാട്ടുമുക്കി കൂടെ കൊണ്ടുപോയി. ഇവന് ജോലി പട്ടാളത്തിലാണ്. ഇവന് ഈ കാടും മേടൊന്നും സീനില്ല. ബട്ട് നമ്മളങ്ങനല്ലല്ലോ. മഴയുടെ നല്ല കാർമേഘം ഉണ്ടായിരുന്നു. അത് നമ്മളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു. ഇനി മഴ പെയ്ത അൽഫാമിന്റെ പണി മൊത്തം തീരുവല്ലോ. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ ഫുൾ ഒറ്റ മൈൻഡ് ആയിരുന്നു. കുറെ തപ്പി അവസാനം ഒരു കോഴിക്കട. അൽഫാമിനായിട്ട് നമുക്ക് ഒരുപാട് വലിയ കോഴി പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ബായിയോട് പറഞ്ഞു, ബായ് ഏക്ക് ചോട്ടാ കോഴി, സോറി ദോ ചോട്ടാ കോഴി. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ബായ് 2 ചോട്ടാ കോഴിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വെയിറ്റ് ഒക്കെ നോക്കോ, 4,280 അത്ര. സത്യം പറഞ്ഞാൽ അൽഫാമിന് ഏറ്റവും ബെറ്റർ ഒരു 1,600 1,700 ഒക്കെ ഉള്ള ഒരു കോഴി. അങ്ങനെ അവിടെ ചാടിയിടുന്ന കോഴി നമ്മൾ വെട്ടിത്തട്ടി പീസ് ആക്കി നമ്മുടെ കവറിലാണ്. എന്നിട്ട് സേഫ്റ്റിക്ക് നമ്മൾ ഒരു കവർ കൂടെ ഇട്ടു. ഇപ്പൊ സേഫ് ആയി. നെക്സ്റ്റ് നമ്മൾ പോയത് നമ്മുടെ അഖിലണ്ണന്റെ വീട്ടിലോട്ടാണ്. കാരണം അവിടെയാണ് ഗ്രില്ലിരിക്കുന്നത്. ഗ്രില്ലില്ലാതെ അൽഫാം ചൂടാൻ പറ്റത്തില്ലല്ലോ. തൊട്ടപ്പുറത്തോട്ട് ഒരു ചാക്കിനകത്ത് കുറെ കരി ഇരിക്കുന്നത്. പിന്നെ അത് നമ്മുടെ ചാക്കിനകത്താക്കി. അവിടുന്ന് സാധനം എല്ലാം കെട്ടിപ്പറക്കി നമ്മൾ നേരെ പോയത് പടനലത്തോട്ടാണ്. അവിടെയാണ് ചായ. അവിടെ ചെന്നാൽ നമ്മൾ 2 ബൂസ്റ്റ് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബൂസ്റ്റ് മാത്രമായിട്ട് കുടിക്കുന്ന അത്ര ഒരു സുഖമില്ലാത്ത പരിപാടിയാണല്ലോ. അതുകൊണ്ട് നമ്മളൊരു മുട്ട ബജി ഒരു പരിപ്പോടിയും കൂടെ പറഞ്ഞു. ആണ്ടടാ അത് കഴിച്ചോണ്ടിരുന്നോ പെട്ടെന്ന് ഒരു വിളി, ഡാ അമലേന്ന് നോക്കിയപ്പോ എന്തോ ഇവന്റെ പഴയകാല കൂട്ടുകാരൻ. ഇവൻ പട്ടാളത്തിൽ നിന്ന് കണ്ടിട്ട് ഇവന്മാരെ ഒന്നും കാണുന്നില്ല. ഇവൻ എന്തൊരു മനുഷ്യനാ, പന്ന ചെറുക്കൻ. അവിടുന്ന് ചായ കുടിച്ചിറങ്ങുമ്പോ ആ അമ്പലത്തിൽ ഘോഷയാത്രയും കാളയും ചെണ്ടമേളമൊക്കെ. എന്നാലും ഇത് ഏതമ്പലത്തിൽ ഉത്സവമായിരിക്കും അറിയാൻ കമന്റ് ചെയ്തേക്കണം. അങ്ങനെ നമ്മൾ വേണ്ട സാധനമൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് കോഴിയെല്ലാം കഴുകി വൃത്തിയാക്കി. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കോഴിക്കെല്ലാം വരഞ്ഞു കൊടുക്കണം. എന്നാലേ മസാലയൊക്കെ നല്ലോണം പിടിക്കത്തുള്ളൂ. അടുത്തതായി നമുക്ക് അൽഫാമിനുള്ള മസാല എല്ലാം എടുത്തിടാം. ഗാർലിക് പേസ്റ്റ്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല എല്ലാം വാരി കൊണ്ട് വെതറാം. പിന്നെ അവസാനം കുറച്ച് തൈരുകളും നമുക്ക്. ഇതെല്ലാം ഇട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞില്ല കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം വേണം, നമ്മൾ ഉപ്പ്. അതും കൂടി ഇട്ടിട്ട് നമ്മുടെ മസാല നല്ലോണം അങ്ങ് പരട്ടണം. നല്ല പരുവത്തിന് വരട്ടി നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ ഓരോ പീസ് എടുത്ത് നമ്മുടെ മസാലയ്ക്ക് അത് മുക്കിങ് എടുക്കണം. നല്ലോണം തേച്ച് പിടിപ്പിച്ചിങ് എടുക്കണം. എന്നിട്ട് ചിക്കന് നല്ലോണം മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ട് ഫ്രിഡ്ജ് വെക്കണം. എന്നാലും നൈസായിട്ട് മസാല പിടിക്കും. ചിക്കനൊക്കെ അവിടെ നിന്ന് മസാല പിടിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അൽഫാമിന്റെ ഗ്രില്ലിന്റെ സെറ്റപ്പ്. ഇത് നമ്മുടെ തട്ടിക്കൂട്ട് സെറ്റപ്പ് കേട്ടോ. നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ ജസ്റ്റ് ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്യും. അങ്ങനെ നമ്മൾ മുമ്പ് കൊണ്ടുവന്ന ചാർക്കോളൊക്കെ ഇവിടെ കൊണ്ട് നിരത്തി. ഇവരോട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് പേപ്പർ ഇട്ട് കത്തത്തില്ല. പിന്നെ നമ്മൾ കടയിൽ നിന്ന് കർപ്പൂരം വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിട്ട് കത്തിച്ച് കർപ്പൂരം കൊണ്ടിട്ട് കത്തിച്ചപ്പോഴത്തേക്ക് സാധനം കയറി ഉഷാർ. അങ്ങനെ നമ്മുടെ കണ്ണിലൊക്കെ കയറി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ആ ഗ്രില്ലിനകത്തോട് ചിക്കൻ എടുത്തിടുക. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ എടുത്ത് ഗ്രില്ലിനകത്തിട്ടുണ്ട്. അതിന്റെ പിന്നെ കുറച്ച് എണ്ണയൊക്കെ തൂത്ത്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. 1000 പീസ് തന്നെ നമ്മൾ ട്രയൽ അടിക്കാൻ എടുത്ത് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ആ പീസ് എങ്ങോട്ട് പോയെന്ന് പോലും ഞാൻ കണ്ടു. നമ്മുടെ അൽഫാം എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ കൂടുതൽ ചെറിയ പയ്യനോട് ചോദിച്ചേക്കാം. ദൈവം സഹായിച്ച് മഴയൊന്നും പെയ്തില്ല. അങ്ങനെ നമ്മുടെ അൽഫാം ഒക്കെ ഓക്കെ ആയിരുന്നു. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാമേ. ഓക്കെ ബൈ.